കമലേഷ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. കമലേഷ്, SFIയുടെ സമരം തിരുവനന്തപുരം ലോക് ഭവനിലേക്ക് നടക്കുന്നു. പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്തു. വിശദാംശം. രാജ്യത്തിന്റെ തലസ്ഥാനത്ത് കൊടുമ്പിരി കൊള്ളുന്ന സമരം. ആ സമരം കമലേഷ്, ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള സമരമാണ്, നമുക്ക് വേണ്ടിയുള്ള സമരമാണ്. ആ സമരത്തേക്ക് രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന സമരം ഈ നാട്ടിലെ സാധാരണപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഉള്ള സമരമാണ്. ആ സമരത്തിന് എല്ലാ പിന്തുണയും SFI ആദ്യഘട്ടം മുതൽ തന്നെ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ NSUവും KSUവും ഇക്കാര്യത്തിൽ എന്ത് സമീപനം സ്വീകരിച്ചു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചോദിച്ചത്. വലിയ തോതിൽ സമരത്തിന് ജനപിന്തുണ ആർജിക്കുന്നു, വലിയ തോതിൽ ജനപങ്കാളിത്തം ഉണ്ടാകുന്നു, വിദ്യാർത്ഥി പങ്കാളിത്തം ഉണ്ടാകുന്നു. ആ ഒരു സാഹചര്യത്തിൽ അവസാനം കണ്ടില്ല എന്ന് വെക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അവസാന നിമിഷം ഈ സമരത്തിൽ ഇടപെടാൻ NSU കോൺഗ്രസും തയ്യാറായത് എന്ന വലിയ വിമർശനം പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നുണ്ട്. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള SFIയുടെ സമരം സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നടക്കുന്നു. രാജ്യവ്യാപകമായി തന്നെ ഈ സമരം നടക്കുന്നുണ്ട്. ദില്ലി കൂടാതെ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിലും SFIയുടെ നേതൃത്വത്തിൽ വലിയ സമരം നടക്കുകയാണ്. കമലേഷ് ചേരുന്നു. കമലേഷ്, വിശദാംശം. ഷമി, 102 ഇന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് SFI ഈ അവകാശ പത്രിക മാർച്ച് ലോക് ഭവനിലേക്ക് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏതാണ്ട് 10,000 കണക്കിന് വിദ്യാർത്ഥികളാണ് ഈ മാർച്ചിൽ അണിനിരന്നിട്ടുള്ളത്. SFIയുടെ ഭാഗമായി വിവിധ ക്യാമ്പസുകളിൽ നിന്നും ഒക്കെയായി എത്തിച്ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഇതിൽ അണിനിരന്നിട്ടുള്ളത്. ഏതായാലും കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത്. വലിയ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായുള്ള വലിയ ക്രമക്കേടുകൾ, ഈ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുൾപ്പെടെ ആ അരങ്ങേറുന്ന ഘട്ടത്തിലും ഇതുവരെ പ്രതികരിക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ന്യായമായ ആവശ്യമാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നത്. ആ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു നടപടി ഉണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. പ്രധാനമന്ത്രിക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും പിണറായി വിജയൻ മുന്നോട്ട് വെച്ച വിമർശനങ്ങൾ. അതോടൊപ്പം ചില രാഷ്ട്രീയ വിമർശനങ്ങളും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ ജന്തർ മന്ദറിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ അല്ലെങ്കിൽ മറ്റ് ബഹുജന പ്രക്ഷോഭത്തിൽ എല്ലാ ആളുകളും, എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളും പിന്തുണയുമായി അവിടെ എത്തുന്ന സാഹചര്യമുണ്ടായി. SFI നേരത്തെ തന്നെ ഇപ്പോഴുള്ള സമരത്തിൽ മാത്രമല്ല, നേരത്തെ പലതരത്തിലുള്ള സമരങ്ങൾ അവിടെ അരങ്ങേറിയപ്പോഴെല്ലാം ന്യായമായ സമരങ്ങൾക്കൊപ്പം SFIയും അണിനിരന്നതാണ്. പക്ഷെ നിലവിൽ NSUI ചില ആളുകളെല്ലാം തന്നെ ഈ സമരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. NSUI ഈ സമരത്തിന്റെ പങ്കെടുക്കുകയോ ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയില്ല. അതിന്റെ ഭാഗമായി കേരളത്തിലെ ഏറ്റവുമുള്ളത് ഇതുവരെ കഴിയില്ല തുടങ്ങിയ വിമർശനങ്ങളും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. ഏതായാലും BJPയുടെ പങ്ക് എന്താണ് എന്നുള്ളത് രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ BJP പിന്തുണച്ച ആളുകൾ പോലും നിലവിലിപ്പോൾ BJPക്ക് എതിരായി മാറുന്നു. തങ്ങളുടെ കുട്ടികളെ അത് ദോഷകരമായ കാര്യങ്ങൾ ബാധിക്കുന്നു എന്നവർ തിരിച്ചറിയുകയും BJPക്ക് എതിരായി അവർ മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും മുസ്ലിങ്ങൾക്കും മാത്രം എതിരായിരുന്നു BJP, അല്ലെങ്കിൽ എതിരാണ് BJP എന്ന് കരുതിയിരുന്ന ആളുകൾ പോലും ഇപ്പോൾ തങ്ങൾക്ക് എല്ലാവർക്കും എതിരാണ് BJP എന്ന കാര്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുകൂടിയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഈ മാർച്ച് ഔപചാരികമായി അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം ഇവിടെ നിന്നും മടങ്ങുകയും ചെയ്തു. നിലവിൽ ഇപ്പോൾ SFIയുടെ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവാണ് സംസാരിക്കുന്നത്. വലിയ വിമർശനം, ഈ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനമാണ് രാജ്യവ്യാപകമായി BJPക്കെതിരെയും ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അതായത് NTA ഉയർന്നു വരുന്നത്. NTA പിരിച്ചുവിടുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കണമെന്നുള്ളതാണ് SFI മുന്നോട്ട് വെക്കുന്ന